ടെലിവിഷൻ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് നമ്മുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തുകയും അതിനെക്കുറിച്ച് ഞാൻ 4 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിനകത്തൊരു സത്യസന്ധമായ അന്വേഷണം നടത്തി കല്ലും നെല്ലും തിരിയണമെന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം കേരള പോലീസിന് അത് കൈമാറി, DGPക്കാണ് അദ്ദേഹം കൈമാറിയത്. സംസ്ഥാന DGP ഒരു പോലീസ് സംഘത്തെ, ഒരു അന്വേഷണ സംഘത്തെ പ്രാഥമികമായി ഇതിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. 4 മാസം നമ്മുടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതികളിൽ പലതും കഴമ്പുണ്ടെന്നും ചില സംഭവങ്ങൾ ഈ കാര്യത്തിൽ മുംബൈയിൽ അരങ്ങേറുന്നുണ്ടെന്നും മനസ്സിലായി. അതിൽ കേരളത്തിലെ ചില ആളുകൾക്കും ബന്ധമുണ്ട് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി എന്നാണ് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു FIR ഇട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT തന്നെ രൂപീകരിച്ച് കേരള പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്ന് മാത്രവുമല്ല, എനിക്കറിയാവുന്ന കാര്യം, ഇതിൽ വിമർശന വിധേയമായ ചില ഉദ്യോഗസ്ഥന്മാരെ മുംബൈയിൽ അവരുടെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെ അതിലൊരാളെ കണ്ടു. സംശയമുനയിൽ നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ അയാൾ വളരെ പരിഭ്രാന്തനായിരുന്നു. കൂടുതൽ അന്വേഷണം കേരളത്തിൽ നടക്കുകയാണ്. കല്ലും നെല്ലും തിരിയും. യഥാർത്ഥത്തിൽ 10, 20, 22 FIR സ്വന്തമായിട്ട് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇട്ട ആളുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ, വളരെ വൈകാതെ തന്നെ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഈ കാര്യത്തിൽ കല്ലും നെല്ലും തിരിയും, കുറ്റവാളികളെ കണ്ടുപിടിക്കും. പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ പോലീസ് സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. അവരന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതെനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കും. ഈ കുറ്റവാളികളാണെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ വരും. അപ്പോൾ അതിനിടയിൽ അവർ ഗോകുവ വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മാത്രവുമല്ല, അതിൽ നമ്മുടെ വഴികൾ സത്യസന്ധമാണെങ്കിൽ നമ്മൾ ഭയന്ന് പിന്മാറില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് 42 കൊല്ലമായിട്ട് എന്നെ അറിയുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഗോകുവ വിളികൾ കൊണ്ടൊന്നും എൻ്റെ ഇമേജോ എൻ്റെ മൂല്യബോധമോ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ നമ്മുടെ മൂല്യവിശ്വാസങ്ങളില്ലാത്ത, അതായത് ഈ നിലപാടുകൾ തെറ്റി നടക്കുന്ന ആൾക്കാർ ക്രൂധനാം സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കണം എന്ന് കവി പറയുന്നതാണ്. പക്ഷേ ആ പേടിയൊന്നും നമ്മളിപ്പോൾ കാണിക്കാതെ നമ്മൾ സധൈര്യം മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ മുന്നിൽ പാറ പോലെ എത്രയോ കൊല്ലങ്ങളായി ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഈ FIRകൾ കണ്ട് കുതി തീർന്നിട്ടുള്ള ആളുകൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി എന്താണെന്ന് കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുക തന്നെ ചെയ്യും. മുംബൈയിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ റിപ്പബ്ലിക് TV ഉൾപ്പെടെ 22 വാർത്താ ഏജൻസികൾ, വാർത്താ ചാനലുകൾ ഈ വാർത്ത ഓൾറെഡി ദേശീയ തലത്തിൽ അറിയിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ അവരുടെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായി ഈ റേറ്റിംഗ് പ്രശ്നങ്ങളെക്കുറിച്ചും റേറ്റിംഗ് തട്ടിപ്പുകളെക്കുറിച്ചുമൊക്കെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ചാനലുകളിലും ഒക്കെ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിന് പുറത്ത് ഒരു കത്തുന്ന വാർത്തയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മുംബൈയിലെ ഈ റേറ്റിംഗ് ഏജൻസിയായ മാർക്കും അന്വേഷണം നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുറ്റവാളികൾ പിടിക്കപ്പെടും, കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വരും എന്നൊരു ചിന്ത എനിക്കുണ്ട്. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. ഇതാണ് സത്യം എന്ന് ഞാൻ വിളിച്ചു പറയുന്നില്ല. അന്വേഷണ ഏജൻസികൾ സത്യം കണ്ടുപിടിക്കും എന്ന് തന്നെ ഞാൻ പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. കുറ്റവാളികളെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്താം. അതിലെനിക്ക് സംശയമൊന്നുമില്ല. ഒരുപാട് സമ്മർദ്ദങ്ങൾ ഈ അന്വേഷണം ഉപേക്ഷിക്കാൻ എൻ്റെ മേളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം സമ്മർദ്ദങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് എന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്നും വീണില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രത്യേക അന്വേഷണ സംഘം SIT ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നതും അന്വേഷണവുമായി അവർ മുന്നോട്ട് പോകുന്നു. വളരെ വൈകാതെ നമുക്ക് സന്തോഷകരമായ ചില വാർത്തകൾ അവർക്ക് നൽകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം പ്രാഥമികമായി ഇതിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അന്വേഷണം നടക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പിന്നീട് നമുക്ക് വളരെ വിശദമായി നമുക്കിത് പറയാം. ഈ വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രേക്ഷകരുടെ കൺമുന്നിലുള്ളപ്പോൾ ഞാനെന്തിനു പേടിക്കണം? സത്യത്തിന്റെ വഴി സഞ്ചരിക്കുന്ന ഒരാൾ എന്തിനു ഭയക്കണം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.